CPM-ഉം UDF-ഉം തമ്മിൽ ഇവിടെ ഒരു മത്സരത്തിറങ്ങുമ്പോൾ ഉത്തരേന്ത്യയിൽ അവർ കൈകോർത്ത് പിടിക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അതുകൊണ്ടാണ് MP ചേരാൻ ജയിക്കുമെന്നുള്ളതാണ് അഭിപ്രായം. കേന്ദ്രം BJP 400-ന് മുകളിൽ സീറ്റ് നേടി വിജയിക്കും. അപ്പോൾ വിജയത്തിൻ്റെ ഭാഗമാകാൻ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കേരളത്തിന്റെ കണ്ണ് കണ്ണൂരിലേക്ക്. വീണ്ടും കെ സുധാകരൻ തന്നെ കോൺഗ്രസിനായി കളത്തിൽ. മറുവശത്ത് MV ജയരാജൻ. ജയരാജനിലൂടെ CPM കണ്ണൂർ തിരിച്ചെടുക്കുമോ? കോൺഗ്രസ് വിട്ട C രഘുനാഥ് BJPയുടെ കളത്തിലും. ഇക്കുറി പോര് മുറുകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് കണ്ണൂരിലെ ജനങ്ങൾക്ക് എന്താണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടുനോക്കാം. അഭിപ്രായ സർവേയിലേക്ക്. നമ്മുടെ ഇപ്രാവശ്യത്തെ കണ്ണൂർ ലോക്സഭാ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? MP ചേരാനാണ് ജയിക്കുക. കാരണം ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അതുകൊണ്ടാണ് MP ചേരാൻ ജയിക്കുമെന്നുള്ളതാണ് അഭിപ്രായം. ചേട്ടാ, അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇലക്ഷനിൽ ഇപ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ ആർക്കാണ് ഒരു വിജയസാധ്യത എന്ന് തോന്നുന്നത്? വിജയസാധ്യത എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്രം BJP 400-ന് മുകളിൽ സീറ്റ് നേടി വിജയിക്കും. അപ്പോൾ വിജയത്തിൻ്റെ ഭാഗമാകാൻ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കണ്ണൂരത്തെ ഇലക്ഷനിൽ ആർക്കാണ് മുൻതൂക്കം എന്നാ തോന്നുന്നത്? നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. മുൻതൂക്കം ഞാനൊരു BJP പ്രവർത്തകനാണ്. ആ രീതിയിൽ ഞാൻ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവിടെ CPM-ഉം ഇടതുപക്ഷവും UDF-ഉം BJP-യും ആണ് മത്സരരംഗത്തുള്ളത് കാര്യമായിട്ട്. പക്ഷേ CPM-ഉം UDF-ഉം തമ്മിൽ ഇവിടെ ഒരു മത്സരത്തിറങ്ങുമ്പോൾ ഉത്തരേന്ത്യയിൽ അവർ കൈകോർത്ത് പിടിക്കുകയാണ്. അത് ഇവിടുത്തെ വോട്ടർമാർ ശരി കാണും എന്തായാലും. കാരണം ഇവിടെ തമ്മിലും മത്സരിക്കുക, അവിടെ കൈകോർത്ത് പിടിക്കുക. അപ്പോൾ ഇതിനെ വോട്ടർമാർ ഒരു വിലയിരുത്തുമെന്നാണ് പറയാനുള്ളത്. അത് രഘുനാഥിന് കുറച്ച് ഗുണം ചെയ്യും. സാധ്യത ഇപ്പം ജയരാജനും നമ്മുടെ സുധാകരനും ഏകദേശം ഒരുപോലെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല വിദ്യാഭ്യാസവും MP മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ അവിടെ ചെന്ന് നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം MP ആയി വരുന്നത്. പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ വടക്കേ ഇന്ത്യയിൽ BJP-യാണ്. അതേസമയം തെക്കേ ഇന്ത്യയിൽ BJP കയറണമെന്നുള്ള ആഗ്രഹിക്കുന്നവരെ ബാക്കിയുള്ളവർ മുഴുവൻ ഒരു തരത്തിലല്ല വേറെ തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഇവരെ കയറ്റാതിരിക്കാൻ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം ജയിച്ചെടുക്കാൻ രണ്ടാമത് പോയി ഇല്ലേ? കുമ്മനം ജയിച്ചെടുക്കാൻ രണ്ടാമത് കിട്ടിയില്ലല്ലോ. അല്ല, കുമ്മന രാജഗോപാൽ അവിടെ നിന്നിട്ടൊന്നും പറഞ്ഞേച്ച്. അപ്പോൾ ഇത് ഏടിയാണ് അവർക്ക് കൂടുതൽ നല്ല കാരണവശാൽ ഇവർ ജയിക്കുമെങ്കിൽ ഉടൻ തന്നെ മാറ്റി ചെയ്യും അവർ. അതിനകത്ത് അവർക്ക് പണിയും കിണിയില്ല. എങ്ങനെ വണ്ടിക്ക് അവർ ചെയ്യും. ഇനിയിപ്പം തൃശ്ശൂർ എന്ന കളി ഇന്ന് ദൈവം തമ്മിൽ തന്നെ അറിയാം.